ശത്രുവിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പുറത്തുള്ള ഒരാളല്ല, മറിച്ച് നിങ്ങളുടെ കൂടെ ഒരേ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ സ്വന്തം രക്തത്തിൽപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പുറത്തുനിന്നുള്ള 1000 ശത്രുക്കളെ നേരിടുന്നതിനേക്കാൾ പ്രയാസമാണ് കൂടെയുള്ള, നാം സ്നേഹിക്കുന്ന ഒരാൾ നമുക്കെതിരെ തിരിയുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത്. ശരിയല്ലേ? അവർ നമ്മുടെ ബലഹീനതകൾ അറിയുന്നവരാണ്, നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നവരാണ്. അതുകൊണ്ടുതന്നെ അവർ നൽകുന്ന മുറിവുകൾക്ക് ആഴം കൂടുതലായിരിക്കും. പലപ്പോഴും സ്നേഹം കൊണ്ടോ കുടുംബം എന്ന ചിന്ത കൊണ്ടോ നാം പലതും ക്ഷമിക്കും. എന്നാൽ സ്വന്തം നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ക്ഷമിക്കുന്നത് മണ്ടത്തരമാണെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. മഹാഭാരതം തന്നെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. പാണ്ഡവരും കൗരവരും ഒരേ കുടുംബമായിരുന്നു, പക്ഷേ അവിടെ ധർമ്മയുദ്ധം വേണ്ടിവന്നു. ഇവിടെയാണ് ആചാര്യ ചാണക്യന്റെ പ്രസക്തി. വെറുമൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമല്ല അദ്ദേഹം. മനുഷ്യന്റെ മനഃശാസ്ത്രം ഇത്രയധികം മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തിയില്ല. ഒരു കുടുംബാംഗം ശത്രുവിനെപ്പോലെ പെരുമാറിയാൽ, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ, വൈകാരികമായി തളരാതെ ബുദ്ധിപൂർവ്വം എങ്ങനെ വിജയിക്കാം? ചാണക്യനീതിയിലെ 7 പ്രധാന തത്വങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇത് കേവലം പ്രതികാരത്തിനുള്ള വഴികളല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനവും ജീവിതവും സംരക്ഷിക്കാനുള്ള അറിവുകളാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എടുക്കുന്ന പ്രയത്നത്തെ മാനിച്ചുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാമോ? നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കുടുംബത്തിലെ ശത്രുത പല രൂപത്തിലാകാം. അത് സ്വത്തിനു വേണ്ടിയാകാം, അസൂയ കൊണ്ടാകാം, അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയാകാം. ചാണക്യൻ പറയുന്നു, മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷിക്കുന്നവനും സ്വന്തം ഗുണത്തേക്കാൾ അന്യന്റെ ദോഷം ആഗ്രഹിക്കുന്നവനും അവൻ ഉറ്റ ബന്ധുവായാലും കൊടുംവിഷമുള്ള പാമ്പിനെപ്പോലെ കണക്കാക്കണം. പാമ്പ് എപ്പോഴാണ് കൊത്തുക എന്ന് നമുക്കറിയില്ല. അത് നമ്മുടെ ഉറക്കത്തിലാകാം, അല്ലെങ്കിൽ നാം അശ്രദ്ധമായിരിക്കുമ്പോഴാകാം. അതുകൊണ്ട് ആദ്യത്തെ പടിയായി ചാണക്യൻ നിർദ്ദേശിക്കുന്നത് തിരിച്ചറിവാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നാം യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മടിക്കുന്നു എന്നതാണ്. അവർ എന്റെ സഹോദരനല്ലേ, എന്റെ മാതാപിതാക്കളല്ലേ, അല്ലെങ്കിൽ എന്റെ പങ്കാളിയല്ലേ, അവർക്കെന്നോടങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് നാം വെറുതെ വിശ്വസിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, അന്ധമായ വിശ്വാസം ആപത്താണ്. ഒരാൾ നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തി നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്ന സത്യം അംഗീകരിക്കുക എന്നതാണ്. ഈ തിരിച്ചറിവാണ് നിങ്ങളുടെ കവചം. ഇനി ഇത്തരം ആളുകളെ എങ്ങനെ നേരിടാം? ഒന്നാമത്തെ തന്ത്രം, മൗനം എന്ന ആയുധം. ചാണക്യനീതിയിൽ ഏറ്റവും ശക്തമായി പറയുന്ന കാര്യമാണിത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ, നിങ്ങളുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ചോ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ ശത്രുവായ കുടുംബാംഗത്തോട് ഒരിക്കലും സംസാരിക്കരുത്. കുടുംബാംഗങ്ങൾ ശത്രുവാകുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് വിവരങ്ങളാണ്. നിങ്ങൾ എന്തു ചെയ്യുന്നു, നിങ്ങൾക്കെത്ര പണമുണ്ട്, നിങ്ങൾക്കെന്ത് സങ്കടമുണ്ട്, ഇതൊക്കെ അറിഞ്ഞാലേ അവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ പറ്റൂ. അതുകൊണ്ട് വായടച്ചു വെക്കുക. നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുക, കാരണം നിങ്ങളുടെ സന്തോഷം അവരുടെ അസൂയ വർദ്ധിപ്പിക്കും. നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ അതും കാണിക്കാതിരിക്കുക, കാരണം അതവർക്ക് ആനന്ദം നൽകും. ഒരു വികാരവും പുറത്തു കാണിക്കാത്ത, എന്നാൽ എല്ലാം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. ഇതിനെയാണ് ചാണക്യൻ ഗൂഢചാരവൃത്തി അല്ലെങ്കിൽ നിശബ്ദ നിരീക്ഷണം എന്ന് വിളിക്കുന്നത്. വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുക, എന്നാൽ നിങ്ങളെക്കുറിച്ച് ഒന്നും അവർ അറിയാൻ പാടില്ല. രണ്ടാമത്തെ തന്ത്രം, വൈകാരികമായ അകലം. കുടുംബവഴക്കുകളിൽ നാം തോറ്റുപോകാറുള്ളത് ബുദ്ധി കുറവായതുകൊണ്ടല്ല, മറിച്ച് വികാരം കൂടുന്നതുകൊണ്ടാണ്. അവർ പറയുന്ന കുത്തുവാക്കുകൾ കേട്ട് നാം കരയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നു. ഇതുതന്നെയാണ് അവർക്ക് വേണ്ടതും. ചാണക്യൻ പറയുന്നു, ആത്മാഭിമാനമില്ലാത്തിടത്ത് ജീവിക്കുന്നത് മരണത്തിന് തുല്യമാണ്. ഒരാൾ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വൈകാരികമായി പ്രതികരിച്ചാൽ നിങ്ങൾ അവരുടെ കെണിയിൽ വീണു. പകരം ഒരു കല്ലുപോലെ നിൽക്കുക. അവരുടെ വാക്കുകൾ നിങ്ങളെ സ്പർശിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആക്രമിക്കുന്ന വ്യക്തിക്ക് താൽപര്യം നഷ്ടപ്പെടും. ഇതിനൊരു പ്രായോഗിക രീതിയുണ്ട്. ഒരേ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. സ്നേഹം അഭിനയിക്കേണ്ടതില്ല, എന്നാൽ വെറുപ്പും കാണിക്കരുത്. ഒരു ഔദ്യോഗിക ബന്ധം പോലെ കാര്യങ്ങളെ കാണുക. ഒരു ഓഫീസിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സഹപ്രവർത്തകനോട് നിങ്ങൾ എങ്ങനെ പെരുമാറും? മര്യാദയോടെ, എന്നാൽ അകലം പാലിച്ച്. അതേ രീതി വീട്ടിലും നടപ്പിലാക്കുക. മൂന്നാമത്തെ തന്ത്രം, സാമ്പത്തിക സ്വാതന്ത്ര്യം. ഇത് വളരെ പ്രധാനമാണ്. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു, ലോകം മുഴുവൻ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കറങ്ങുന്നത്. കുടുംബത്തിലെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം പണമാണ്. നിങ്ങൾ സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ശത്രുവായാൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അവർ നിങ്ങളെ നിയന്ത്രിക്കുന്നത് പണം കൊണ്ടായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം സ്വന്തമായി വരുമാനമുണ്ടാക്കാനുള്ള വഴി കണ്ടെത്തുക. നിങ്ങളുടെ പണം, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇവയെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കുക. കുടുംബാംഗം ശത്രുവാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക രേഖകൾ അവർക്ക് ലഭ്യമാകാത്ത രീതിയിൽ വെക്കണം. സാമ്പത്തികമായി നിങ്ങൾ ശക്തനായാൽ അവരുടെ പാതി ശക്തി കുറഞ്ഞു. നാലാമത്തെ തന്ത്രം, സഖ്യശക്തി. ചാണക്യൻ രാജാക്കന്മാർക്ക് നൽകിയ ഉപദേശമാണിത്, പക്ഷെ കുടുംബത്തിലും ഇത് ബാധകമാണ്. ശത്രുവിന്റെ ശത്രു മിത്രം.
കുടുംബത്തിലെല്ലാവരും നിങ്ങൾക്കെതിരാകില്ല. നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതൊരുപക്ഷെ മറ്റൊരു ബന്ധുവാകാം, അല്ലെങ്കിൽ കുടുംബസുഹൃത്താകാം. ഒറ്റയ്ക്ക് പോരാടുന്നതിനേക്കാൾ നല്ലതാണ് വിശ്വസ്തരായ ആളുകളുടെ പിന്തുണയോടെ നിൽക്കുന്നത്. എന്നാൽ ഓർക്കുക, പുറത്തുള്ളവരോട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ വിനയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി മാത്രം സഖ്യങ്ങൾ ഉണ്ടാക്കുക. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടോ? എങ്കിൽ ദയവായി താഴെ കമന്റ് ബോക്സിൽ ഉവ്വ് എന്നോ അതെ എന്നോ രേഖപ്പെടുത്താമോ? നിങ്ങളുടെ ഓരോ കമന്റും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഞ്ചാമത്തെ തന്ത്രം, ഉപേക്ഷ അഥവാ അവഗണന. ചില സമയങ്ങളിൽ ഏറ്റവും വലിയ പ്രതികാരം എന്നത് അവഗണനയാണ്. ചാണക്യൻ പറയുന്നു, മണ്ടന്മാരോട് തർക്കിക്കുന്നത് സ്വന്തം സമയം കളയലാണ്. വിഷം വമിക്കുന്ന വാക്കുകളുമായി വരുന്ന ബന്ധുവിനോട് തർക്കിക്കാൻ നിൽക്കരുത്. നിങ്ങൾ മറുപടി കൊടുക്കുന്തോറും അവർക്ക് വീണ്ടും സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അവരെ ഒരു നിഴൽ പോലെ കാണുക. അവർ അവിടെയുണ്ട്, പക്ഷെ നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങൾ അവരെ പൂർണ്ണമായും അവഗണിക്കുമ്പോൾ അവരുടെ ഈഗോയ്ക്ക് മുറിവേൽക്കും. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയാണ്. അത് കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും വിജയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വിജയം കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളുടെ പുരോഗതിയാണ് ശത്രുവിനുള്ള ഏറ്റവും വലിയ മറുപടി എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ആറാമത്തെ തന്ത്രം, ദണ്ഡം അഥവാ കടുത്ത നടപടി. ഇത് അവസാനത്തെ വഴിയാണ്. സാമം, ദാനം, ഭേദം ഇവയൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ ചാണക്യൻ നിർദ്ദേശിക്കുന്നത് ദണ്ഡമാണ്. ഇതിന്റെ അർത്ഥം അവരെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നല്ല, മറിച്ച് കർശനമായ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. ചിലപ്പോൾ ആ ബന്ധം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടിവരും, ചിലപ്പോൾ നിയമപരമായി നേരിടേണ്ടിവരും. ചാണക്യൻ പറയുന്നു, വിരലിലെ മുറിവ് പഴുത്ത് ശരീരത്തെ ബാധിക്കുമെങ്കിൽ ആ വിരൽ മുറിച്ചു മാറ്റുന്നതാണ് ഉചിതം. അതായത് ഒരു കുടുംബാംഗം കാരണം നിങ്ങളുടെ ജീവിതം, സമാധാനം, ഭാവി എന്നിവ പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ വിഷം വമിക്കുന്ന ബന്ധത്തെ മുറിച്ചുമാറ്റാൻ മടിക്കരുത്. സമൂഹം എന്തു പറയും, ബന്ധുക്കൾ എന്തു കരുതുമെന്ന് ചിന്തിച്ച് സ്വന്തം ജീവിതം ഹോമിക്കരുത്. വിഷമുള്ള പാമ്പിരിക്കുന്നത് രത്നസിംഹാസനത്തിലാണെങ്കിൽ പോലും അതിനെ വിശ്വസിക്കരുത്, ഭയപ്പെടണം എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആദരവ് ലഭിക്കാത്ത, സ്നേഹം ലഭിക്കാത്ത, നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രം ലഭിക്കുന്ന ഒരിടത്തു നിന്നും മാറി താമസിക്കുന്നത് പരാജയമല്ല, മറിച്ച് അതൊരു തന്ത്രപരമായ നീക്കമാണ്. ഏഴാമത്തെ തന്ത്രം, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. അവർ അധർമ്മം ചെയ്യുന്നു എന്ന് കരുതി നിങ്ങളും അധർമ്മം ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടായിരിക്കണം. നാളെ ഒരാൾക്ക് പോലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയാൻ അവസരം കൊടുക്കരുത്. സത്യം നിങ്ങളുടെ കൂടെയാണെങ്കിൽ പ്രകൃതി പോലും നിങ്ങളെ സഹായിക്കും. ചാണക്യന്റെ തന്ത്രങ്ങൾ കുതന്ത്രങ്ങളല്ല, അത് ധർമ്മം സംരക്ഷിക്കാനുള്ള വഴികളാണ്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും വലുത്. ഈ ലോകത്ത് ആരും നമ്മോടൊപ്പം ശാശ്വതമല്ല. ജനിച്ചപ്പോൾ നാം ഒറ്റയ്ക്കായിരുന്നു, പോകുമ്പോഴും ഒറ്റയ്ക്കാണ്. ഇടയിലുള്ള ഈ യാത്രയിൽ കൂടെയുള്ളവർ വഞ്ചിച്ചാൽ തളരരുത്. സ്വയം ഒരു ദീപമായി മാറുക. കുടുംബമെന്നത് ഒരു സങ്കല്പം മാത്രമാണ്. പരസ്പര സ്നേഹവും ബഹുമാനവും ഉള്ളിടത്താണ് യഥാർത്ഥ കുടുംബമുള്ളത്. അതില്ലാത്ത പക്ഷം അത് വെറുമൊരു കെട്ടിടം മാത്രമാണ്. ആ തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാതിരിക്കുക. അത് അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും ഭർത്താവായാലും ഭാര്യയായാലും. സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ എളുപ്പമല്ല എന്നെനിക്കറിയാം. പക്ഷേ ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. വൈകാരികമായി തളരാതെ ഒരു പോരാളിയെപ്പോലെ ജീവിതത്തെ നേരിടുക. നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ യുദ്ധം ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓർക്കുക, ചാണക്യൻ ചന്ദ്രഗുപ്തനെ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കിയത് പടപ്പേടി കൊണ്ടല്ല, മറിച്ച് തന്ത്രങ്ങൾ കൊണ്ടാണ്. ആ തന്ത്രങ്ങൾ നിങ്ങളെയും വിജയിപ്പിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യം കമന്റിലൂടെ അറിയിക്കുക. അറിവ് പങ്കുവയ്ക്കുന്നത് പുണ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. നന്ദി.